ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ക്രൈസ്തവ പുരോഹിതനായ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ശ്രദ്ധിച്ചിരുന്നോ? ഡാനിയേൽ അച്ഛൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ പരസ്യമായി പച്ചയായ ഒരു യാഥാർത്ഥ്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹം തുറന്നു പറഞ്ഞ ആ സത്യമെന്നറിയാമോ? പൊതുജനങ്ങൾക്ക് നമ്മൾ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്ന് അദ്ദേഹം ധൈര്യത്തോടുകൂടി തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനിയെ ആർക്കും ഇഷ്ടമല്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് അതിൻ്റെ വാസ്തവം. അതായത് നമ്മുടെ കോളേജിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഏതെങ്കിലും സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ അവർ നമ്മളോട് ചിരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അവർ മോശപ്പെട്ട മനുഷ്യരെന്നല്ല ഞാൻ പറയുന്നത്. ആത്യന്തികമായിട്ട് ഈ നാട്ടിൽ ക്രിസ്ത്യാനിയെ പൊതുസമൂഹത്തിന് ഇഷ്ടമല്ല. കേട്ടില്ലേ? എത്ര കൃത്യമായി, എത്ര സത്യസന്ധമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വലിയൊരു ജനവിഭാഗത്തിന് ഇപ്പോൾ ക്രൈസ്തവരെ തീരെ ഇഷ്ടമല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിലെ കുറേ ക്രിസ്ത്യാനികളെ തീരെ ഇഷ്ടമല്ല. മുമ്പൊക്കെ നമ്മൾ ഈ ക്രിസ്ത്യാനികളെ, ക്രൈസ്തവ സമൂഹത്തെ അവർ കുറച്ച് പേർ, ഇവർ കുറച്ച് പേർ എന്നിങ്ങനെയൊന്നും വേർതിരിച്ച് കണ്ടിരുന്നില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചില ആളുകളെ നമ്മൾ പ്രത്യേകമായി വേർതിരിച്ച് കാണാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അത് വെറുതെ പറയുന്നതല്ല, കൃത്യമായ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡാനിയേൽ അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ലാതായി മാറിയിരിക്കുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരാൻ കാരണക്കാരനായ ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ത്രീകൾ തട്ടമിടുന്നത് നമുക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമോഫോബിയൊന്നും അല്ല, ഭയമുണ്ട്. നമ്മുടെ ദേശം തകരുന്നു എന്നതിൽ ഭയമുണ്ട്. നമ്മുടെ ദേശം നശിക്കുവാൻ പോകുന്നു എന്നതിൽ ഭയമുണ്ട്. ഇപ്പോഴും ആൾക്കാർ മാസ്ക് ധരിച്ച് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. കാരണം കൊറോണ പിന്നെയും വന്നോ എന്നുള്ള പേടിയാണ്. ആ മാസ്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി ജീവനെ നാശപ്പെടുത്തുവാൻ സാധ്യതയുള്ള ആ വൈറസ് പിന്നെയും വന്നോ എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട്. ഇയാളുടെ പേരാണ് പാസ്റ്റർ ജോബി ഹാൽവിൻ. ഞാൻ ഇയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് 1-2 കോളുകൾ വിളിച്ചു. അദ്ദേഹത്തിന് എൻ്റെ കോൾ എടുക്കാനുള്ള അസൗകര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം മെസ്സേജുകൾ അയക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റിപ്ലൈ തന്നു. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് കുറേ വോയിസ് മെസ്സേജുകൾ അയച്ചു. ഒരെണ്ണത്തിന് മാത്രമാണ് അദ്ദേഹം എനിക്ക് മറുപടി തന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി സംസാരിച്ചു കൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ്. അവസാനം മുസ്ലിങ്ങളെക്കുറിച്ചും പച്ചയായ വർഗീയതയും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ലാത്തത് കൊണ്ട്, നിങ്ങൾ ഭൂരിപക്ഷമല്ലാത്തത് കൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ തല പൊക്കുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളും ഇവിടെ ഭൂരിപക്ഷമാകും. അതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ കളറങ്ങ് മാറും. ലോകത്തെല്ലായിടത്തും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും മുസ്ലിങ്ങൾ നടത്തുന്നത് പോലെ, അക്രമങ്ങൾ നടത്തുന്നത് പോലെ 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ നടത്താൻ പോകുന്നതും ആ രീതിയിലുള്ള അക്രമങ്ങളാണ് എന്ന പച്ചയായ വർഗീയതയാണ് ആ വോയിസിലൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞത്. മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തലയിൽ ധരിക്കുന്ന തട്ടം, ഹിജാബ് എന്ന് പറയുന്ന കേവലം 1/2 മീറ്ററോളം വരുന്ന ഈ തുണി കാണുമ്പോൾ താങ്കൾക്ക് എന്ത് ഭയമാണ്, എന്ത് ആശങ്കയാണ്, എന്ന് മുതലാണ് ഈ ഭയം തുടങ്ങിയത് എന്ന് ഞാൻ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. അതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ഭയവും ആശങ്കയും ശ്രീ ജോബി ഹാൽവിനോട് പങ്കുവെക്കുകയാണ്. അതിലൊന്നാമത്തേത്, താങ്കളെപ്പോലെയുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർ RSSൻ്റെ വേദിയിൽ പോയി പരസ്യമായി ഗണഗീതം പാടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട്, ഭയമുണ്ട്. ആദരണീയനായ പിതാവ് പാംപ്ലാനി പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്കയും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും ക്രൈസ്തവ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കുമൊക്കെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അവർ ധരിക്കുന്ന വസ്ത്രം അഴിച്ചു വെക്കേണ്ട അവസ്ഥ വരുന്നു. അവർ കഴുത്തിലൊരു കുരിശുമാല അണിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ തന്നെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ BJPയും RSSും ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയും മിഷണറി പ്രവർത്തകരെയും ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ചകൾ ധാരാളമായി കാണുന്നുണ്ട്. സംഘപരിവാറിലെ ചില വനിതകൾ പോലും ക്രൈസ്തവ പുരോഹിതന്മാരുടെ മുഖത്തടിക്കുകയും അവരുടെ തുണി വലിച്ചു കീറുകയും
അവരെ അസഭ്യം പറയുകയും ചെയ്യുന്ന കാഴ്ചകൾ ധാരാളമായി കാണുന്നുണ്ട്. കർത്താവിൻ്റെ മണവാട്ടികളായ കന്യാസ്ത്രീകളെ ഒരാദരവുമില്ലാതെ അസഭ്യം പറയുകയും ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയും അവസാനം അവരെ ജയിലിൽ അടക്കുകയും ചെയ്യുന്ന കാഴ്ചകളും വാർത്തകളും അടുത്ത കാലത്തായി നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്. പക്ഷേ പാസ്റ്ററായ ജോബി ഹാൽവിന് ഇതൊന്നും കാണുമ്പോൾ ഭയമില്ല, ആശങ്കയില്ല. ഇത്തരം വാർത്തകളെ താങ്കൾ ഗൗനിക്കുന്നത് പോലുമില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. താങ്കളെ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും മുസ്ലിം സ്ത്രീകളുടെ തട്ടമാണ്, ഹിജാബാണ്. ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ മതപരമായ അവകാശമായി അവൾ തലമറച്ച് നടന്നാൽ, ഹിജാബ് ഇട്ട് നടന്നാൽ താങ്കളെ പോലുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർക്ക് വല്ലാതെ ഹാലിളകുന്നു, ഭയപ്പാടുണ്ടാകുന്നു. തലയിൽ തട്ടമിടുന്ന മുസ്ലിം സ്ത്രീകളെ, ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടികളെ താങ്കൾ താരതമ്യപ്പെടുത്തിയത് കൊറോണ വൈറസിനോടാണ്. ശ്രീ ജോബിൻ ഹാൽവിൻ, താങ്കൾ ആരുടെ കൊട്ടേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്? മതവിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ കൂടിക്കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ മതവിശ്വാസം മുറുകെ പിടിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? താങ്കൾ പറയുന്നു ഞാൻ ഇസ്ലാമോഫോബിയ പറയുന്ന ആളല്ല, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് എന്നാണ് താങ്കൾ പറയുന്നത്. എന്നാൽ താങ്കളുടെ ഒട്ടുമിക്ക വീഡിയോസുകളിലും താങ്കൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പച്ചയായ മുസ്ലിം വിരുദ്ധതയും വെറുപ്പും വർഗീയതയുമാണ്. എന്നിട്ടും താങ്കൾ പറയുന്നു ഞാൻ ഇസ്ലാമോഫോബിയയുടെ ആളല്ലെന്ന്. ആനപ്പുറത്ത് കയറുകയും വേണം, അങ്ങാടിയിലൂടെ പോവുകയും വേണം, ആരും കാണാനും പാടില്ല എന്ന രീതിയിൽ ഒരു ഇരട്ടത്താപ്പാണ് താങ്കളുടെ വോയിസിൽ നിന്നും എനിക്ക് വ്യക്തമായത്. ശ്രീ ജോബി ഹാൽവിൻ, താങ്കളെപ്പോലെയുള്ള കുറച്ച് ക്രൈസ്തവ പുരോഹിതന്മാർക്ക് 2014 ശേഷം കാര്യമായ നിറമാറ്റം സംഭവിച്ചതോടു കൂടിയിട്ടാണ് ഡാനിയൽ അച്ഛൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരവസ്ഥാവിശേഷം ഇവിടെ രൂപപ്പെട്ടത്. താങ്കളെപ്പോലെയുള്ളവർ വാ തുറന്നാൽ പറയുന്നത് മുഴുവൻ പച്ചയായ വർഗീയതയാണ്. കർത്താവായ യേശുദേവന്റെ അധ്യാപനങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ പഠിപ്പിക്കാൻ, അതിലൂടെ സമൂഹത്തെ നവീകരിക്കാനും ലോകത്തെ നന്നാക്കാനും ഇറങ്ങിത്തിരിച്ച താങ്കളെപ്പോലെയുള്ളവർക്ക് 2014 മുതൽ റൂട്ട് മാറിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? താങ്കളുടെയും RSSൻ്റെയും ശബ്ദം ഇപ്പോൾ ഏതാണ്ട് ഒരുപോലെയാണ്. 10 വർഷവും കൂടി കഴിഞ്ഞാൽ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാകുമെന്നുള്ളത് RSSൻ്റെ പ്രൊപ്പഗാണ്ടയാണ്, അവരുടെ പ്രചരണ ആയുധമാണ്. താങ്കളും അത് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. ഒരിക്കൽ കുറച്ച് ആളുകൾ യേശുദേവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ്, താങ്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന താങ്കളുടെ കുറച്ച് സഹപ്രവർത്തകർ, അവർക്കൊന്നും വലിയ വൃത്തിയില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അവരൊന്നും കൈ കഴുകുന്നതായി ഞങ്ങളാരും കാണുന്നില്ല. ഉടനെ അദ്ദേഹം മറുപടിയായി തമാശ രൂപത്തിൽ പറഞ്ഞു, വൃത്തി വേണ്ടത് വായിലേക്ക് പോകുന്നതിനേക്കാൾ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനാണല്ലോ, അത് വാക്കുകളാണല്ലോ. വാക്കുകൾ വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായിരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അതാരെയും മുറിവേൽപ്പിക്കുന്നതാവരുത്, ആരെയും കുറ്റപ്പെടുത്തുന്നതാവരുത്, ആരെയും മോശമായി ചിത്രീകരിക്കുന്നതോ ഇകഴ്ത്തി കാണിക്കുന്നതോ ആവരുത് എന്നുള്ളതാണ് യേശുദേവൻ പറഞ്ഞതിൻ്റെ കൃത്യമായ പൊരുൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യേശുദേവൻ്റെ അധ്യാപനങ്ങൾ പറയാനും പാടാനും അത് പ്രചരിപ്പിക്കാനും ശ്രീ ജോബിൻ ഹാൽവിനെ പോലെയുള്ളവർക്ക് ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താങ്കൾ ആ സുവിശേഷ പുസ്തകങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് താങ്കളുടെ ഈ വെള്ളക്കുപ്പായമൊക്കെ ഊരി മാറ്റിയിട്ട് കാസയുടെ സംസ്ഥാന പ്രസിഡന്റായോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലേക്കോ ഇറങ്ങിയാൽ താൽക്കാലികമായിട്ടാണെങ്കിലും താങ്കൾക്കൊരു ഭാവിയുണ്ട്. അത്രത്തോളം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും പ്രചരിപ്പിക്കുന്ന വാക്കുകളാണ്, പ്രഖ്യാപനങ്ങളാണ്, പ്രസംഗങ്ങളാണ് താങ്കളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ താങ്കളുടെ വെള്ളക്കുപ്പായത്തിൻ്റെ നിറം ഏതാണ്ട് പൂർണ്ണമായും കാവി നിറമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ ജോബി ഹാൽവിൻ, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളിലേക്കോ അല്ലെങ്കിൽ കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കോ ചേക്കേറി താങ്കളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുടക്കം കുറിക്കണമെന്ന് ഞാൻ താങ്കളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.